Hi dears, welcome to Malayali's Talks. Hi dears, welcome back to my channel. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ BCom ആൻഡ് BBA മലയാള സാഹിത്യ പഠനത്തിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും ഗൈഡ് ലൈൻസും ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം നടന്നിട്ടുള്ള എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ക്ലാസ് കേൾക്കുന്നതിന് മുമ്പേ എല്ലാവരും ആദ്യം തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇഷ്ടമാവുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. കഴിഞ്ഞ എക്സാമിന് എൻ്റെ ക്ലാസ് കേട്ട് പോയവർക്ക് മനസ്സിലായിട്ടുണ്ടാവും എത്രമാത്രം ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഇന്ന് വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പ്രത്യേകിച്ച് പറയുകയാണ്, ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ അതെല്ലാവരും കാണുക, അത് കാണാൻ മറക്കരുത്. അപ്പോൾ ഞാൻ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്, പാർട്ട് 1 വീഡിയോ ആയിട്ട്. ഇനി ബാക്കിയുള്ള B സെക്ഷനും C സെക്ഷനും, അതായത് 5 മാർക്ക് അതുപോലെ essay ക്വസ്റ്റ്യൻ, അതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. വേറൊരു യൂട്യൂബിൻ്റെ ചാനൽ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. കുട്ടികളുടെ ചാനലാണ്, അപ്പോൾ അതുകൊണ്ടാണ് റിക്വസ്റ്റാണ്, എല്ലാവരും അതൊന്ന് ചെയ്യാം കേട്ടോ. നോട്ട്സ് വേണ്ടവർക്ക് ഞാൻ എൻ്റെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് കൂടി കൊടുക്കുന്നുണ്ട്, വേണ്ടവർക്ക് അത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ്. സെക്ഷൻ A ആണ് പറയാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, രാമായണ നാടകത്രയം എന്നറിയപ്പെടുന്ന കൃതികൾ ഏവ? ഉത്തരം സാകേതം, കാഞ്ചനസീത, ലങ്കാലക്ഷ്മി. അപ്പോൾ ഈ ഒരു ചോദ്യം വന്നിരിക്കുന്നത് സാകേതം എന്ന നാടകത്തിൽ നിന്നാണ്. അപ്പോൾ അതിൻ്റെ ആമുഖമായിട്ട് കുറച്ച് ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിൽ നിന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം, മത്താടിക്കൊൾകഭിമാനമേ നീ, എന്തുകൊണ്ടാണ് കവി ഭാഷയോട് മത്താടിക്കൊള്ളാൻ പറയുന്നത്? വള്ളത്തോളിൻ്റെ എൻ്റെ ഭാഷ എന്ന കവിതയിൽ നിന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് പറയുന്നത്? നമ്മുടെ ഭാഷയ്ക്ക് സമുദ്രത്തിൻ്റെ ഗാംഭീര്യവും സഹ്യപർവ്വതത്തിൻ്റെ ഉറപ്പും ഗോകർണ ക്ഷേത്രത്തിൻ്റെ നിർവൃതിയും വിശുദ്ധിയും ഇളനീരിൻ്റെ മാധുര്യവും ചന്ദനം, ഏലം, ലവംഗം തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങളുടെ സുഗന്ധവും സംസ്കൃത ഭാഷയുടെ സ്വാഭാവികമായ ഓജസ്സും തമിഴിൻ്റെ സൗന്ദര്യവും എല്ലാം ഒത്തുചേർന്ന ഭാഷയാണ് നമ്മുടെ മലയാള ഭാഷ. അതുകൊണ്ടാണ് കവി മത്താടി കൊള്ളാനായിട്ട് പറയുന്നത്. മൂന്നാമത്തെ ചോദ്യം, എന്നെ ഓർക്കൂ നീലൻ തോൾ ഞെരിച്ച മഴുവയും. പരശുരാമൻ ഇപ്രകാരം ചിന്തിക്കുന്നതിന് കാരണമെന്ത്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം വന്നിരിക്കുന്നത് മഴുവിൻ്റെ കഥ എന്ന കവിതയിൽ നിന്നാണ്. കേരളത്തിൽ പുതുനെല്ലും പൂക്കളും ഒക്കെ മണം വീശുന്നു, പ്രകൃതി സുന്ദരമായ ഉത്സവം ഒരുക്കുന്നു. അങ്ങനെ നമ്മുടെ പരശുരാമൻ മഴുവെറിഞ്ഞ ഭൂപ്രദേശത്ത് ആളുകൾ ഉത്സവം പോലെ ജീവിക്കുകയാണ്. അങ്ങനെ ജീവിക്കുന്ന സമയത്ത് അവരാരും തന്നെ പരശുരാമനെയോ പരശുരാമൻ്റെ മഴുവിനെയോ ഓർക്കുന്നില്ല എന്നാണ് പറയുന്നത്. നാലാമത്തെ ചോദ്യം, ഒരു പക്ഷേ രാമൻ്റെ പരീക്ഷണം അതായിരിക്കും. വസിഷ്ഠൻ ഇങ്ങനെ പറയാൻ കാരണമെന്ത്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം വന്നിരിക്കുന്നത് സാകേതം എന്ന നാടകത്തിൽ നിന്നാണ്. ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് രാജ്യലക്ഷ്മിക്ക് ചാമരം വീശി നിൽക്കുന്ന ജനപ്രീതിയെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അഞ്ചാമത്തെ ചോദ്യം, അപ്പോഴാരെന്നും എന്തെന്നും ആർക്കറിയാം? കവി വിവക്ഷ എന്തെന്ന് വ്യക്തമാക്കുക. ഈ ചോദ്യം വന്നിരിക്കുന്നത് സഫലമീ യാത്ര എന്ന കവിതയിൽ നിന്നാണ്. പത്നിയോട് ചേർന്ന് നിൽക്കാൻ കവി ആവശ്യപ്പെടുന്നുണ്ട്. വർത്തമാനകാലത്തിൽ സന്തോഷത്തോടു കൂടി ചേർന്നിരിക്കുക, കാലം ഇനിയും കടന്നു പോകും. വിഷുവും തിരുവാതിരയും ഒക്കെ മാറി മാറി വരും. ആ സമയത്ത് നമ്മൾ എവിടെ ആയിരിക്കും, എങ്ങനെ ആയിരിക്കും, നമ്മുടെ അവസ്ഥ എന്തായിരിക്കും എന്നൊന്നും നിർവചിക്കാൻ കഴിയില്ല. അപ്പോൾ ആ ഒരു യാഥാർത്ഥ്യത്തെയാണ് കവി ഇവിടെ വ്യക്തമാക്കുന്നത്. അടുത്ത ചോദ്യം, എന്താണ് ദുഷ്യന്തൻ മാഷിന് മനഃപ്പാഠമായിരുന്നത്? VKNൻ്റെ ദുഷ്യന്തൻ മാഷ് എന്ന പാഠഭാഗത്തു നിന്നുള്ള ചോദ്യമാണിത്. അപ്പോൾ ഇവിടെ മുണ്ടശ്ശേരിയും അതുപോലെ മാരാരും ഒക്കെ പത്രങ്ങളിൽ ദുഷ്യന്തനെ പറ്റി എഴുതിയിരുന്ന ലേഖനങ്ങൾ, ഇതൊക്കെ നമ്മുടെ ദുഷ്യന്തൻ മാഷിന് മനഃപ്പാഠമായിരുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ VKN കഥാപാത്രമായ ഇട്ടൂപ്പ് മുതലാളി, അദ്ദേഹത്തിൻ്റെ പെരുക്ക പട്ടിക, ഇതിനെക്കുറിച്ചിട്ടൊക്കെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഏഴാമത്തെ ചോദ്യം, എൻ്റെ 4 മക്കളുടെ പ്രാരാബ്ദങ്ങൾക്കിടയിലേക്ക് നീയും. സന്ദർഭം വ്യക്തമാക്കുക. TV കൊച്ചുബാവയുടെ ബംഗ്ലാവ് എന്ന കഥയിൽ നിന്ന് വന്ന ചോദ്യമാണിത്. ഇവിടെ സാവിത്രി എന്ന നേഴ്സിൻ്റെ വാക്കുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 14കാരിയായ പെൺകുട്ടിയുടെ അച്ഛനെ രക്ഷിച്ചെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ പ്രാരാബ്ദത്തിലേക്കാണെങ്കിലും അവളെ
സാവിത്രി എന്ന നേഴ്സിൻ്റെ കൂടെ കൂട്ടും എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. 8ാമത്തെ ചോദ്യം, അവനവൻ്റെ കുലത്തിൻ്റെ വേരറുത്തു ശൂർപ്പണഖ ഇപ്രകാരം പറയുന്നതിന് കാരണമെന്ത്? സാറാ ജോസഫിൻ്റെ തായ്ക്കുലം എന്ന കഥയിൽ നിന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. രാമൻ ലക്ഷ്മണന്മാരാൽ മൂക്കും മാറും അറിയപ്പെട്ട ശൂർപ്പണഖയുടെ വാക്കുകളാണിത്. തൻ്റെ കുലത്തെയാണ് രാമൻ അപമാനിച്ചിരിക്കുന്നത്. അതുപോലെ നിറത്തെയും രീതികളെയും എല്ലാം അപമാനിച്ചിരിക്കുകയാണ്. അതുകൂടാതെ തൻ്റെ വൈകാരികതയും ശരീരവും രാമൻ തകർത്തു കളഞ്ഞു. 9ാമത്തെ ചോദ്യം, നമ്മൾ എതിർത്താലും അവർ ഒന്നിച്ചു ജീവിക്കും, സഹകരിച്ച നമുക്ക് കൊള്ളാം, സന്ദർഭവും ആശയവും വ്യക്തമാക്കുക. ഈ ചോദ്യം വന്നിരിക്കുന്നത് എസ് ഹരീഷിൻ്റെ മോദസ്ഥിതനായിങ് വസിപ്പു മല പോലെ എന്ന പാഠഭാഗത്ത് നിന്നാണ്. ഇവിടെ അനൂപ്, പവിത്ര എന്നിങ്ങനെ വ്യത്യസ്ത ജാതിയിൽപ്പെട്ട 2 പേര് സ്നേഹിച്ച് വിവാഹം കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അവർ 2 പേരും പരസ്പരം അത്രയധികം ഇഷ്ടപ്പെട്ടവരാണ്. ആരുടെയും എതിർപ്പ് അവരുടെ വിവാഹത്തിനൊരു തടസ്സമല്ല. അപ്പോൾ ഈ കാര്യം ഉണ്ണിമാമനും പവിത്രനും കൂടി പറയുന്നതാണ് ഇവിടെ സന്ദർഭമായി കൊടുത്തിരിക്കുന്നത്. 10ാമത്തെ ചോദ്യം, എനിക്ക് കഠിനമായ വെറുപ്പുണ്ടായിരുന്നു. OV വിജയൻ ഇവിടെ സൂചിപ്പിക്കുന്നതെന്ത്? കാരണമെന്ത്? ഈ ചോദ്യം വന്നിരിക്കുന്നത് OV വിജയൻ്റെ സിന്ദൂരപ്പൊട്ടിൻ്റെ ഓർമ്മ എന്ന പാഠഭാഗത്ത് നിന്നാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ പറയാനുള്ള കാരണം സോവിയറ്റ് യൂണിയനും വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ അടിയന്തരാവസ്ഥയെ പിന്തുണച്ചു എന്നതാണ് ആ വെറുപ്പിന് കാരണമായത്. 11ാമത്തെ ചോദ്യം, പ്ലെഖനോവിന് എന്ത് തിരിച്ചറിവാണുണ്ടായത്? അപ്പോൾ ഈ ചോദ്യം വന്നിരിക്കുന്നതും ഒരു സിന്ദൂരപ്പൊട്ടിൻ്റെ ഓർമ്മ എന്ന പാഠഭാഗത്ത് നിന്ന് തന്നെയാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് യുദ്ധം അടുത്ത പട്ടാളക്കാർ, തങ്ങളുടെ കൃഷിനിലങ്ങളുടെ ഉടമസ്ഥാവകാശം കൊതിച്ച ഭൂരഹിത കർഷകർ, ഇവരുടെയൊക്കെ നൈസർഗികമായിട്ടുള്ള പ്രതികരണമാണ് ഈ വിപ്ലവത്തിനൊക്കെ കാരണമായത്. അപ്പോൾ അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. 12ാമത്തെ ചോദ്യം, മരണത്തിൻ്റെ ഏതോ ഒരു ഗന്ധം ആത്മാവിൽ ഇടയ്ക്കിടെ ഉയർന്നു വരുന്നതായി എനിക്ക് തോന്നി, സന്ദർഭം വ്യക്തമാക്കുക. ഈ ചോദ്യം വന്നിരിക്കുന്നത് ഷാരോണിലെ റോസാപ്പൂക്കൾ വൈക്കം ചന്ദ്രശേഖരൻ നായരുടെ ഓർമ്മക്കുറിപ്പിൽ നിന്നാണ്. ക്രിസ്ത്യൻ അഹ്റോൺ എന്ന ജെറുസലേം സ്വദേശിനിയായിട്ട് ലേഖകൻ സംസാരിച്ചതിൻ്റെ പിറ്റേ ദിവസം തൻ്റെ മുറിയിൽ നിന്ന് അഹ്റോണിൻ്റെ അടഞ്ഞ മുറിയിലേക്ക് നോക്കുമ്പോൾ ലേഖകൻ്റെ ചിന്തയെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതായത് ലേഖകൻ നാട്ടിലേക്ക് മടങ്ങാൻ തീവണ്ടി ആപ്പീസിലേക്ക് പോവുകയാണ്. 13ാമത്തെ ചോദ്യം, സ്വാർത്ഥം പഠിച്ച് വച്ചാൽ പിന്നെ കുട്ടികൾ നശിക്കും, അമ്മമ്മ ഇങ്ങനെ പറയാൻ കാരണമെന്ത്? ഈ ചോദ്യം മാധവിക്കുട്ടിയുടെ പാവക്കുട്ടി എന്ന ഓർമ്മക്കുറിപ്പിൽ നിന്നെടുത്തതാണ്. ഇവിടെ കമലയുടെ തറവാട്ടിലേക്ക് വന്ന പ്രേമ എന്ന പെൺകുട്ടി കമലയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാവ കൊണ്ടുപോകുന്നതിൽ വളരെയധികം വിഷമിക്കുകയാണ്. ഇത് കണ്ട് അവിടുത്തെ ആശ്രിതനായിട്ടുള്ള ശങ്കരൻ ഇടപെടുന്ന സമയത്ത് കമലയുടെ അമ്മമ്മ പറയുന്നതാണ് ഈ വാക്കുകൾ. 14ാമത്തെ ചോദ്യം, ഈ നശിച്ച കൂനിൽ ഇത്രയും ദുഷ്ടതയോ? ആരുടെ വാക്കുകൾ? സന്ദർഭമെന്ത്? സാകേതം എന്ന നാടകത്തിൽ നിന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. രാമാഭിഷേകം മുടക്കുന്നതിനുള്ള തന്ത്രവുമായിട്ടെത്തിയ മന്ധരയെ പറ്റി കൈകേയി പറയുന്ന വാക്കുകളാണിത്. 15ാമത്തെ ചോദ്യം, ഏകനായി മുന്നോട്ടേറി ഞാൻ മാത്രം പിതൃപ്രിയൻ, ആര്? സന്ദർഭമെന്ത്? ഈ ചോദ്യം വന്നിരിക്കുന്നത് ബാലാമണി അമ്മയുടെ മഴുവിൻ്റെ കഥ എന്ന കവിതയിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് നമ്മുടെ പരശുരാമനെ കുറിച്ചാണ്. അതായത് പരശുരാമൻ്റെ അച്ഛനായ ജമദഗ്നി മഹർഷി മക്കളോട് അവരുടെ മാതാവിനെ കൊല്ലാൻ ആവശ്യപ്പെട്ടപ്പോൾ സഹോദരന്മാരെല്ലാം പിന്മാറി. ആ സമയത്ത് പരശുരാമനാണ് പിതാവിൻ്റെ വാക്കനുസരിക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നന്നായി ടെക്സ്റ്റ് വായിച്ചിട്ട് പോണേ, കാരണം ഇടയിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. അപ്പോൾ എല്ലാവരും ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.